ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. രാവിലത്തെ നടത്തം കാരണം എന്റെ മുഖം ചിലർക്കൊക്കെങ്കിലും പരിചയമായി തുടങ്ങി. ട്രാക്ടർ ചേട്ടനോടൊക്കെ ടാറ്റ പറഞ്ഞ് പോയപ്പം ദേ അടുത്ത കാഴ്ച, ഒരാള് തെങ്ങ് കയറി കള്ള് ചെത്തുന്നു. നമ്മുടെ ദ്വീപ് ഒരു ഡ്രൈലാൻഡ് ആയതുകൊണ്ട് ഇത് ഒരു ശർക്കര ഉണ്ടാക്കാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ റൂമുകളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ റിസോർട്ടൊക്കെ ഉള്ളത്. റിസോർട്ടിന്റെ പുറകില് നല്ല കടലായതുകൊണ്ട് കുറച്ചു നേരം അവിടെയൊക്കെ പോയി ഇരിക്കാന്ന് വെച്ച്. എനിക്ക് ഈ കടലും ഇവിടുത്തെ തണുത്ത കാറ്റൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം ഇങ്ങനെ കടപ്പുറത്തൊക്കെ പോയിരിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതെ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഇവിടെ ബിരിയാണി വെക്കാൻ പോവാണ്. ഇന്ന് ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചെറിയൊരു പരിപാടി ഉണ്ട്. അതിനേക്കാണ് നമ്മളെ ബിരിയാണി. 100 പേർക്കുള്ള ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കാന്ന് വെച്ച് അങ്ങനെ ബിരിയാണി വെക്കാനുള്ള പരിപാടികൾ നമ്മൾ ഔട്ട്ഡോർ കിച്ചണിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ബിരിയാണി റെഡി ആയി കേട്ടോ. തയ്യാറായിട്ടുള്ള ബിരിയാണി ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുക്കും. വൈകുന്നേരമായപ്പം ബിരിയാണി ഒക്കെ തിന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബീച്ചിലോട്ട് പോയി. അവിടെ ചെന്നപ്പം ദേ കിടക്കുന്ന ഒരു ഊഞ്ഞാല്, പിന്നെ ഒന്നും നോക്കിയില്ല, മൊത്തം പരാക്രമം അതിന്റെ മുകളിലായി. ഇവിടെ ഇനിയും ഇതുപോലത്തെ ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. എല്ലാം നമുക്ക് പയ്യെ ചുറ്റി കാണാം. ലക്ഷദ്വീപിന്റെ പുതിയ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റാ.